സമയത്ത് മാത്രം കണ്ണു കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക തരം ജീവിയെ പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്. ഇവരുടെ അതിശക്തമായ സാന്നിധ്യം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാത്രമാണ് കണ്ടു തുടങ്ങിയത്. പണ്ട് പകൽ സമയത്ത് മാത്രം കണ്ടിരുന്ന ഈ ജീവികൾക്ക് ഇപ്പോൾ രാത്രി സമയത്തും സാന്നിധ്യമുണ്ട്. സാധാരണക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ 1000 മുതൽ 2000 രൂപ വരെ പെറ്റിയടിക്കും. സാധാരണക്കാർ ഒരു വഴിയില്ലാതെ ട്രിപ്പിൾസ് അടിച്ചു പോയാൽ അതിനും 1000, 2000. കോളേജ് പിള്ളേർ ഒന്ന് ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എക്സൈറ്റ്മെന്റിൽ വണ്ടിയിൽ ഒന്ന് എണീറ്റ് നിന്നാൽ അതിനും പെറ്റി, പിന്നെ കോളേജിൽ നിന്ന് സസ്പെൻഷൻ. എല്ലാത്തിനും മേലെ മോഡിഫിക്കേഷൻ പറയണ്ടല്ലോ അല്ലെ. ഇറ്റ് ഇസ് ദ ബിഗസ്റ്റ് ക്രൈം ഇൻ കേരള. അത് ചെയ്യുന്നവനാണെങ്കിലും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. പിന്നെ ആ ജീവികളുടെ ഇൻസ്റ്റാഗ്രാം കൂടിന്റെ അകത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഏതോ ഒരു സ്വാമിയുടെ ജീപ്പ് ഹൈലി മോഡിഫൈഡ് ചെയ്തുകൊണ്ടാണ് കൂളന്റ് തീർന്നത് കാരണം പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് കണ്ടു. ആ കാണിച്ച മനസ്സ് ഇലക്ഷൻ റാലിയിൽ ഗോപുരം പോലെ കെട്ടിപ്പണിഞ്ഞ യാതൊരു റൂൾസും പാലിക്കാതെ മോഡിഫൈഡ് ചെയ്ത് സ്ഥാനാർത്ഥി നിന്ന് പോകുമ്പോൾ അവരെ വിളിച്ച് നിർത്തി പെറ്റിയോ ക്ലാസോ എടുത്തിരുന്നെങ്കിൽ സാധാരണക്കാരും രാഷ്ട്രീയക്കാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, നിയമമെല്ലാവരും എന്ന് തന്നെയാണ് തോന്നിപ്പോകുമായിരുന്നു. പക്ഷേ അത് പറ്റില്ല. കാരണം അടുത്ത ദിവസം തന്നെ വീട്ടിലിരിക്കേണ്ടി വരും. ഇനി പലർക്കും ഈ ജീവികൾ ഒരു നരഭൂജിയായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഒട്ടും അപകടകാരികളല്ല. കരണ്ട് പെറ്റ് തന്നിട്ട് അവരെങ്ങോട്ടെങ്കിലും പൊക്കോളും. അപ്പോൾ ഈ ജീവികളുടെ പേര് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ടേക്ക് കെയർ.